ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരട്ടി ജബ്ബാർ കടവ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. മരിച്ചത് ഉളിക്കൽ മണ്ഡപപ്പറമ്പ് സ്വദേശി രവി. ആറളം പുനരധിവാസ മേഖലയിൽ കുടിലിന് നേരെ കാട്ടാന ആക്രമണം. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തിക്കാതെ ഇരട്ടി താലൂക്ക് ആശുപത്രി മാതൃശിശു വാർഡ്. മനുഷ്യർക്ക് ഉപകാരമില്ലെങ്കിലും പ്രയോജനപ്പെടുത്തുന്നത് മൃഗങ്ങൾ. മലയോരത്ത് തിങ്കളാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. മരം കടപുഴകി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തിങ്കളാഴ്ചയും കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്ക്. മൂന്നാമത്തെ ചതുശതമായ ആയില്യം ചതുശതം ചൊവ്വാഴ്ച. വാർത്തകൾ വിശദമായി. ഇരട്ടി ജബ്ബാർ കടവ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാൾ മരിച്ചു. ഉളിക്കൽ മണ്ഡപപ്പറമ്പ് സ്വദേശി രവിയാണ് മരിച്ചത്. പുഴയിലൂടെ രവി ഒഴുകിപ്പോകുന്നത് കണ്ട് ഫയർഫോഴ്സ് എത്തി കരക്കെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ജബ്ബാർ കടവ് പാലത്തിന് മുകളിൽ നിന്ന ആളുകളാണ് പുഴയിലൂടെ ഒരാൾ ഒഴുകിപ്പോകുന്നത് കണ്ടത്. ഉടൻ തന്നെ ഇരട്ടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സംഭവം രാമേന്ദ്ര ഏട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ പറഞ്ഞിങ്ങനെ ആടെ ഒരാൾ കുളിക്കുന്ന കണ്ടു, പിന്നെ മുങ്ങുന്ന കണ്ടു, പിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മൾ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു തല ഇങ്ങനെ ഒഴുകി പോകും. അങ്ങനെയാണ് നമ്മൾ വിളിക്കാൻ കാരണം സ്റ്റേഷനിൽ. അപ്പോൾ തന്നെ എത്തിയല്ലേ? പോലീസ് ഉടനെ ഇരട്ടി ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. സ്റ്റേഷൻ ഓഫീസർ SS ഹരിലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്ത് കുതിച്ചെത്തി ഡങ്കി ഉപയോഗിച്ച് ആളെ രക്ഷപ്പെടുത്തി. ഇരട്ടി സ്കൈ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നമ്പർ അഞ്ചാള് പിടിച്ചോ? ഈ സൈഡ് പിടിക്കണേ. ആൾക്കാരെ കൂട്ടി മേലെ പെട്ടെന്ന് ഒരു പരിചയമില്ലല്ലോ അത്രട്ടാ. വെള്ളത്തിലുണ്ടോ? നേരത്തെ ബസ്സിൽ നിന്ന് ഇറങ്ങി തീരുന്നുണ്ട്. ആരാധിച്ചില്ല ജീവനുണ്ട്. ഉളിക്കൽ മണ്ഡപപ്പറമ്പ് സ്വദേശി PN രവിയാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ NG അശോകൻ, സീനിയർ ഫയർ ഓഫീസർ അബ്ദുള്ള, ഫയർ ഓഫീസർമാരായ അനീഷ് മാത്യു, KV തോമസ്, റോഷിദ്, AK രവീന്ദ്രൻ, നൌഷാദ്, ഹോംഗാർഡുമാരായ രമേശൻ, ദിലീപ്, സദാനന്ദൻ, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ഡോളമി, അരുൺ, ബേബി ജോസഫ് എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് ഇയാളെ പുഴയിൽ നിന്നും ആശുപത്രിയിൽ എത്തിച്ചത്. 6 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മെസ്സേജ് ലഭിക്കുകയുണ്ടായി. ജബ്ബാർ കടവ് പാലത്തിന് താഴെയുള്ള പുഴയിൽ ഒരാൾ ഒഴുകി പോകുന്നതായിട്ടുള്ള മെസ്സേജാണ് കിട്ടിയത്. ഉടൻ തന്നെ നമ്മുടെ സേന സംഭവ സ്ഥലത്തെത്തുകയും
പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുകയും ആളെ നമ്മുടെ ഡിങ്കിയിൽ കയറ്റി പുറത്തെത്തിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇരട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ആറളം പുനരധിവാസ മേഖലയിൽ കുടിലിന് നേരെ കാട്ടാനാക്രമണം. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആറളം പുനരധിവാസ മേഖലയിൽ 9-ാം ബ്ലോക്കിൽ താമസിക്കുന്ന ശാന്തയുടെ കുടിലിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ആറളം പുനരധിവാസ മേഖലയിൽ 9-ാം ബ്ലോക്കിൽ താമസിക്കുന്ന ശാന്തയുടെ കുടിലിന് നേരെയാണ് തിങ്കളാഴ്ച പുലർച്ചെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഈ സമയം ശാന്തയുടെ മക്കളായ മിനി, സിന്ധു, ബാബു, ചെറുമകൻ അമൽ എന്നിവരായിരുന്നു കുടിലുണ്ടായിരുന്നത്. ശാന്തയ്ക്കായി നിർമ്മിച്ച വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതിനാലാണ് മറ്റൊരു വീടിനോട് ചേർന്ന് ശാന്ത കുടിൽ കെട്ടി താമസിക്കുന്നത്. കുടിലിന് സമീപത്തുണ്ടായിരുന്ന ബാരലിൽ സൂക്ഷിച്ച വെള്ളം ഒഴുക്കിക്കളയുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. അപ്പോഴേക്കും ആന കുടിൽ തകർക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. വെള്ളം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് പിന്നെ തട്ടി മറിച്ചിട്ടാണ് അകത്തേക്ക് കയറാൻ നോക്കിയത്. രാത്രിയിൽ ആന ഇവനെ എണീപ്പിച്ച് ഞങ്ങളെ. ഇവൻ ഉറങ്ങിട്ടില്ല, ഇവനക്ക് മിണ്ടാൻ പറ്റൂല. ഞാൻ രാത്രി നമ്മൾ ഈ ഡോർ പിന്നെ പൂട്ടയില്ല. കാരണം ഇങ്ങോട്ട് ലൈറ്റ് ചാറിലേക്ക് വട്ടം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വാതിൽ പൂട്ടയില്ല. അന്നേരം പിന്നെ രാത്രി ഒരു നമ്മുടെ ടി വി എല്ലാം ഓഫായിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അന്നേരം ഇവിടെ ഇങ്ങനത്തെ ഒരു നിഴൽ പോലെ ഇതേ കളറ് നിഴൽ പോലെ. എന്നിട്ട് അപ്പോൾ ഞാൻ വേറിൻ്റെ സാധനം വെച്ചിട്ട് പിന്നെ ഒച്ചയെടുത്ത് നോക്കിയതാ. അന്നേരം വീട്ടിൽ ഈ കൊണ്ട് ഞാൻ എൻ്റെ സൗണ്ട് കേട്ടിട്ട് അപ്പോൾ ഇതിനൊരു ഒറ്റ അടിക്കാം മേലേക്ക്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നിന്ന്. ഈ വേറെ ഫുള്ളും വെള്ളമുണ്ട്. എന്നിട്ട് കാലെടുത്ത് ഇങ്ങനെ പിന്നെ വെച്ചതാണ്. എൻ്റെ അപ്പോൾ ഇവരെ ഒച്ചപ്പാട് കേട്ടിട്ട് പിന്നെ ആനയെന്ന് ചെയ്ത് ഇതിലെ പോയിട്ട് ഇവിടെ നിന്നിട്ട് അവിടുത്തെ മുമ്പിലത്തെ ചാർത്ത് അതും പൊളിച്ച് അവിടെ നേരെ പോയിട്ട് നേരെ പിന്നെ അങ്ങോട്ട് ഓടി. നേരെ ബേക്കിൽ പോകാം. അന്നേരം ഈ 5 പേര് ഇതിൻ്റെ അകത്ത് ഉറങ്ങുന്നുണ്ട്. വലിയമ്മച്ചിയും പിന്നെ പേരക്കുട്ടികളും സ്വന്തം മോളും. കുറച്ച് മുന്നോട്ടെങ്കിൽ 2 പിള്ളേരും ഒരു അമ്മച്ചിനെ ഇന്നലെ രാത്രി തട്ടു. അത്രയായിരുന്നു എത്തിപ്പോയിന്. ഇതിൻ്റെ തുമ്പിക്കൈ എടുത്തിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഒച്ച എടുത്തേ. എന്നിട്ട് അതിന് തന്നെ പോയിട്ട് അന്നേരം ഇവർ 2 പേര് അങ്ങനെ ഇങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു രാത്രി. എന്താ സംഭവം? കാരണം ഇവിടെ പിന്നെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. 2 പിള്ളേരുണ്ട് ചെറിയ. പിന്നെ 65 വയസ്സുള്ള അമ്മമ്മ. രാത്രി 12 മണിക്കാണ്. രാത്രി 12 മണിക്ക് ഇവരെല്ലാം കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി മഴയും പെയ്തിന്. ഈ കാണുന്നില്ലല്ലോ ഒന്നിന്. കാരണം ഇന്നലെ മാത്രമേ കറണ്ട് പോകേണ്ടിരുന്നു. ബാക്കിയുള്ള ദിവസം എല്ലാം ഇങ്ങനെ പിന്നെ കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കും. 8 മണിക്ക് പവർ കെട്ട് 8 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചില ദിവസം 9 മണിക്ക് വന്നെങ്കിലായി, ഇല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല. അത് ഇന്നലെ നമ്മളെ ദൈവം വായിക്കാൻ കൊണ്ടാന്ന് തോന്നി. ഇന്നലെ കറണ്ട് പോയിട്ട് പെട്ടെന്ന് വന്നേ ഇതാവസ്ഥ. എന്നിട്ട് ഇവിടുന്ന് പോയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ആനയെന്ന് ചെയ്ത് നേരെ അതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് അതിൻ്റെ പുറത്ത് കയറി അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് സാറിലേക്ക് കയറാൻ വേണ്ടി കയറി. അന്നേരം നമ്മളെ സൗണ്ട് പിന്നെ ഒച്ചയെല്ലാം അയക്കാൻ കൊണ്ട് ആനയെന്ന് ചെയ്ത് നേരെ പിന്നെ ഇവൻ്റെ അനിയനെ അങ്ങനെ ഓടിയ കണ്ടിട്ട് ആന ഓൻ്റെ അപ്പരം ഓടിയ ടൈമിന് ഇവർക്ക് രക്ഷ എന്ന് പറഞ്ഞാൽ അവൻ ഓടിയാതെ ഇവർക്ക് രക്ഷ. ആ ടൈമിന് ഇവരെല്ലാം അകത്തേക്ക് കയറി. എന്നിട്ട് അതിൻ്റെ ബേക്കിലുള്ള ചാർത്ത് അതും പൊളിച്ച് അതും പൊളിച്ച് ഇവിടുത്തെ ഷെഡ് മൊത്തം തകർന്ന നിലയിലുള്ളത്. വീട്ടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന ശാന്തയുടെ മരുമകൻ സതീശനാണ് ശബ്ദമുണ്ടാക്കി മറ്റുള്ളവരെ വിവരം അറിയിച്ചത്. 12 മണിക്ക്. ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്? എൻ്റെ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. വന്നിട്ട് എന്താ ചെയ്തേ? ആന പഞ്ച് അതിനെ ഓടിയത് നമ്മളെ പിടിക്കാൻ പറ്റിച്ച്. അന്നേരം എൻ്റെ മോളിൽ നിന്ന് ഓടിയത് എൻ്റെ നോക്കാൻ പറ്റി. ഞാൻ എനിക്ക് നോക്കിയപ്പോൾ ആന ഞങ്ങൾ പിടിക്കാൻ പറ്റി തുമ്പിക്കൈക്കൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. അന്നത്തെ ചെക്കനെ വരച്ച് എണിപ്പിച്ച് ചെക്കൻ എണിക്കുന്നില്ല. കുറേ നേരം എണിപ്പിച്ച് പിന്നെ ഷെഡങ്ങ് പൊടിച്ചായിരുന്നു. അന്നേരം ഞങ്ങൾ ഓടി പുറകെ കൂടി അങ്ങനെ രക്ഷപ്പെട്ടെ. അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ മരണം ഇവിടെ. ശബ്ദം കേട്ട് സമീപത്ത് താമസിക്കുന്നവരും ഓടിയെത്തിയെങ്കിലും ഇവർക്ക് നേരെയും ആന തിരിഞ്ഞു. ഈ തക്കത്തിനാണ് കുടിലുണ്ടായിരുന്നവർ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടത്. 2 വർഷം മുൻപ് തുടങ്ങിയ ശാന്തയുടെ വീടിന്റെ പ്രവൃത്തി 2 ആഴ്ച മുൻപാണ് അവസാനിച്ചത്. എന്നാൽ വൈദ്യുതി ലഭിക്കാത്തത് മൂലമാണ് ശാന്തയും കുടുംബവും ഈ വീട്ടിലേക്ക് താമസം മാറാതെ കുടിലിൽ കഴിയുന്നത്. ഈ കുടിൽ ആന തകർത്തതോടെ ഇവിടെയും താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ഫലപ്രദമല്ലെന്നാണ് സതീശൻ പറയുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യമാണെങ്കിൽ നമ്മളിപ്പോൾ ആന കയറിയിട്ട് എത്രയോ ടൈം കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. വന്നിട്ടാന്ന് പറയില്ല, വന്നിട്ടുണ്ടായിരുന്നു. അവർ ആന കയറി കഴിഞ്ഞിട്ട് എത്ര സമയം ഷെഡെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ട് എത്ര സമയം നമ്മൾ ഇതിനുള്ളിൽ നിന്ന് പിന്നെ ഒച്ചപ്പാടാക്കുന്നതല്ലാണ്ട് ആന പോകുന്നില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ആറാട്ട് ടീം വന്നില്ല. അവർ ഇന്നലെ പൂർണ്ണമായിട്ട് അവർ ഡ്യൂട്ടി ചെയ്തിട്ട് ഈ റോഡ് മേലെ തന്നെയാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ എല്ലാവരും വന്ന് നോക്കിയിട്ട് പോയി. എന്നിട്ട് കിൽപ്പള്ളിയുള്ള വലിയ ഓഫീസർ വരാൻ പറഞ്ഞു, വേറെ ഓഫീസറിനെ കഴിയില്ല, ഓഫീസർ വരാൻ പറഞ്ഞു. ഇതുവരെ ആയിട്ട് അവരെ ആരും കാണുന്നില്ല. ഇതാണ് അവസ്ഥ. നമ്മൾ പിന്നെ ഇനി ഈ രാത്രി 12 മണിക്കല്ലേ ഈ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആരെ കൊണ്ടാണ് നമ്മൾ ആരോടാ പറയുക ഇങ്ങനത്തെ നമ്മളെ അവസ്ഥയല്ലോ? കാരണം ഇതിപ്പോൾ നമുക്ക് വന്ന് ഇന്നലെ 7 ശവങ്ങൾ പോവുമായിരുന്നു. 7 ശവം. ഞാൻ ഇന്നലെ TV ഓണാക്കി ഞാൻ ഉറങ്ങാണ്ട് ശേഷം ഉറക്കം വന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഏതോ ദൈവത്തിൻ്റെ കാര്യം കൊണ്ട് ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇതാ ഇവിടെ കിടക്കുന്നത്. ഇവിടെ കിടന്നിട്ടാണ് ജലൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നത്. അങ്ങനെ ഒരു നിഴൽ പോലെ കണ്ട് ഈ അമ്മച്ചി നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം എന്താ? ഇത് ഷെഡ് നമ്മളെ ഷെഡ് കെട്ടി തരണം. ഷെഡ് കാരണം വലിയ പൈസൻ്റെ മുതലാണ്. കാരണം ഈ വലിയ ഒന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ കോടികളൊന്നല്ല. എന്നാലും നമ്മളെ മാന്യമായ പിന്നെ ഷെഡ് നമുക്ക് അതുപോലെ നമുക്ക് തുടർന്ന് കെട്ടിത്തരണം. പുതിയ വീട്ടിലേക്ക് മാറാൻ വൈദ്യുതി അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും അല്ലാത്തപക്ഷം ഈ കുടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിർമ്മിച്ചു നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കുടിൽ തകർത്തെങ്കിലും ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസവും ഇവരുടെ മുഖത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തിക്കാത്ത ഇരിട്ടി താലൂക്ക് ആശുപത്രി മാതൃശിശു വാർഡ് മനുഷ്യർക്ക് ഉപകാരമല്ലെങ്കിലും മൃഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഉന്മേഷ് പായം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈയൊരു കാഴ്ച ഇരട്ടി താലൂക്ക് ആശുപത്രി മാതൃശിശു വാർഡിൻ്റെ മരുന്ന് വാങ്ങുവാൻ ആളുകൾ കാത്തിരിക്കുന്ന സ്ഥലത്തു നിന്നുമുള്ളതാണ്. തെരുവുനായ പ്രസവിച്ച് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന ദൃശ്യങ്ങളാണിത്. നമ്മളിപ്പോൾ രാവിലെ വന്ന് അതിൻ്റെ തീട്ടവും മുത്തലും എടുക്കലും തുടക്കലും എല്ലാം വന്ന് ഭയങ്കര ശല്യമാണ്. കൗണ്ടറിൻ്റെ മുമ്പിലാണ് ഭയങ്കര ശല്യമായിട്ട് രാത്രിക്ക് വന്ന് കിടക്കുന്നത്. അതെല്ലാം ക്ലീനാക്കലും എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ പട്ടിയെല്ലാം പ്രസവിച്ചിട്ടുണ്ടോ? പട്ടിക്കുട്ടികളും പട്ടിയും എല്ലാം ഉണ്ട്. കാലില്ലതും കാലില്ലാത്തതും എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. രാവിലെ വന്ന് നമുക്ക് അതാണ് അരമണിക്കൂറിന് മേലെ പണി. അതാണ് പട്ടീൻ്റെ തീട്ടം കോരലും ആ മൂത്രം എല്ലാം വൃത്തിയാക്കലെല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എടുക്കാൻ പറ്റും. ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലാകുന്നത് 3 കോടി രൂപയിൽ അധികം ചെലവഴിച്ച് മാതൃ ശിശു വാർഡിനായി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി 3 വർഷം മുൻപ് മുൻ ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ഉൾപ്പെടെ ചെയ്ത മാതൃ ശിശു വാർഡ് ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പിടികിട്ടും. അതാണ് നമ്മുടെ സർക്കാർ സംവിധാനം. ആധുനിക സൗകര്യങ്ങളോടെ പൂർത്തിയാക്കിയ പ്രസവമുറി, ഓപ്പറേഷൻ മുറി, തീവ്രപരിചരണ യൂണിറ്റ്, നവജാത ശിശു ICU, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വാർഡുകൾ എന്നിവയെല്ലാം ഒരുക്കിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഗൈനക്കോളജി വിഭാഗത്തിൽ മാത്രം 50 പേരെ കിടത്തി ചികിത്സിക്കുവാനുള്ള സൗകര്യങ്ങളുമുണ്ട്. നേരത്തെ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രസവ അനുബന്ധ ചികിത്സ നടന്ന ആശുപത്രിയായിരുന്നു ഇരട്ടി പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത അക്കാലത്ത് പോലും ഗൈനക്കോളജി വിഭാഗം നന്നായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇടയ്ക്ക് ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഗൈനക്കോളജി വിഭാഗം തുറന്നു പ്രവർത്തിച്ചെങ്കിലും ഇപ്പോൾ എല്ലാം നിശ്ചലം. മുറ്റത്തെ ഇൻ്റർലോക്കിൻ്റെ കാര്യം ഇനി ഞങ്ങൾ പറയില്ല. പല രോഗങ്ങൾക്കും ചികിത്സ തേടിയെത്തിയ ആളുകൾ ഇൻ്റർലോക്കിൽ തടഞ്ഞു വീണ് പരിക്കേറ്റ് ചികിത്സ തേടി തിരിച്ചു പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു. എന്നാൽ ഇനി ആരും പേടിക്കേണ്ട. ഇതിന് തൊട്ടടുത്തായി 68 കോടി രൂപ ചെലവിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സും വരുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടൊക്കെയുണ്ട്. ഇതിനെങ്കിലും മാതൃശിശു വാർഡിൻ്റെ ഗതി ഇല്ലാതിരിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മലയോരത്ത് തിങ്കളാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. മരം കടപുഴകി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശം. മലയോരത്ത് തിങ്കളാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വ്യാപകമായ നാശനഷ്ടമുണ്ടായത്. മരം കടപുഴകി വീണ് വീടുകൾ തകർന്നു. നിരവധി കർഷകരുടെ കാർഷിക വിളകളും നശിച്ചു. കണിച്ചാർ ചാണപ്പാറയിലെ കാളികയത്ത് പോണിച്ചേരി ആനന്ദവല്ലിയുടെ വീടും റബ്ബർ മരങ്ങൾ കടപുഴകി വീണ് അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. വലിയൊരു കാറ്റ് വന്നു. മരം പൊട്ടി അടുക്കള ഭാഗത്തുള്ള ഓടിൻ്റെ വള വീണു. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നു? ഒറ്റക്ക. അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നോ? പൂർണ്ണമായും തകർന്നു. എങ്ങനെ ആരെങ്കിലും ഉണ്ട്? ഒറ്റക്ക. 2 പെൺകുട്ടികളാണ്. അവരെ കെട്ടിച്ചു വിട്ടാ. കണിച്ചാർ കുണ്ടേരി സ്വദേശി വെട്ടുനിരവിൽ വർഗീസിന്റെ വീടിന് മുകളിലും മരം പൊട്ടി വീണ് വീട് ഭാഗികമായി തകർന്നു. കനത്ത കാറ്റിൽ മരം കടപുഴകി വീണ് ആലക്കുഴി, തുള്ളൽ, കണിച്ചാർ, വളയഞ്ചാല്, മനോജ് റോഡ് എന്നിവിടങ്ങളിൽ വൈദ്യുതി ബന്ധവും തകരാറിലായി. ചിട്ടിയാമ്പറമ്പ് സ്കൂളിന് സമീപത്തെ ഷിജോ വെട്ടക്കുഴിയുടെ വീടും കനത്ത കാറ്റിൽ കേടുപാടുകൾ സംഭവിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ.
കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തിങ്കളാഴ്ചയും കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്ക്. മൂന്നാമത്തെ ചതുശതമായ ആയില്യം ചതുശതം ചൊവ്വാഴ്ച പെരുമാളിന് നിവേദിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തിങ്കളാഴ്ചയും ഭക്തജനങ്ങളെ കൊണ്ട് തിരുവഞ്ചിറ നിറഞ്ഞു. പുലർച്ചെ മുതൽ തന്നെ ദർശനത്തിനുള്ള പടിഞ്ഞാറേ നടയിലുള്ള ക്യൂ പാലത്തിന് സമീപത്ത് വരെയും കിഴക്കേ നടയിലെ ക്യൂ മന്നഞ്ചേരി വരെയും നീണ്ടു. പലരും മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പെരുമാളെ കണ്ടു മടങ്ങിയത്. ഉച്ചശീവേലയോടെയാണ് തിരക്കിന് നേരിയ ശമനമുണ്ടായത്. കനത്ത മഴയിലും ഭക്തജനങ്ങൾ കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തി. വൈശാഖ മഹോത്സവത്തിലെ മൂന്നാമത്തെ ചതുശതമായ ആയില്യം ചതുശതം ചൊവ്വാഴ്ച പെരുമാൾക്ക് നിവേദിക്കും. പന്തീരടി പൂജയോടെയാണ് ആയില്യം ചതുശതം വലിയ പട്ടള പായസം നിവേദിക്കുക. നാലാമത്തെ ചതുശതമായ അത്തം ചതുശതം 16-ന് നടക്കും. ഹൈവിഷൻ ന്യൂസ്, കേളകം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് കൂത്ത്. അക്കരെ കൊട്ടിയൂർ സന്നിധാനത്തിലെ കൂത്തമ്പലത്തിൽ നടത്തുന്ന കൂത്ത് കലാപ്രകടനം മാത്രമല്ല, പ്രധാന ഒരു വഴിപാട് കൂടിയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂർ സന്നിധാനത്തിലെ കൂത്തമ്പലത്തിൽ നടത്തുന്ന കൂത്ത് വെറും കലാപ്രകടനം മാത്രമല്ല, ഒരു വഴിപാട് കൂടിയാണ്. വിവാഹം, സന്താനലബ്ധി, ഉദ്ദിഷ്ടകാര്യസാധ്യം എന്നിവയ്ക്കൊക്കെയാണ് വഴിപാടായി കൂത്ത് നടത്തുന്നത്. എല്ലാ യാഗവേദിയിലും കലയുടെ സാന്നിധ്യം നിർബന്ധമാണ്. കൊട്ടിയൂരിലെ വൈശാഖോത്സവം ദക്ഷയാഗത്തിന്റെ ആവിഷ്കാരം കൂടിയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെ കൂത്തമ്പലം നിർബന്ധമാണ്. മണിത്തറയിലും അമ്മാറക്കൽ തറയിലും കൂത്തമ്പലത്തിലുമാണ് വൈശാഖ മഹോത്സവത്തിലെ പ്രധാനപ്പെട്ട 3 അഗ്നിനാളങ്ങൾ സൂക്ഷിക്കുന്നത്. കൊട്ടിയൂരിൽ നടക്കുന്നത് മത്തവിലാസം കൂത്താണ്. കുമാരസംഭവമാണ് കൂത്തിന്റെ ഇതിവൃത്തം.
കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കൂത്തരങ്ങിൻ്റെ ചുമതല മാണി മാധവ ചാക്യാരുടെ തറവാടിനാണ്. മത്തവിലാസം കൂത്തിന്റെ പൂർണ്ണ അവതരണം തിരുവോണനാളിലാണ് ആരംഭിച്ചത്. തലേവർഷം പൂർത്തിയാകാതെ അവസാനിപ്പിച്ച നിർവഹണത്തിലെ ശ്ലോകം ചൊല്ലിയായിരുന്നു ഓരോ വർഷവും കൂത്തരങ്ങ് ഉണരുക. പുറപ്പാട്, നിർവഹണം, മത്തവിലാസം എന്നിവയാണ് കൂത്തിന്റെ ക്രമം. നിർവഹണം പൂർത്തിയാക്കാതെയാണ് ഓരോ വർഷവും കൂത്തുസമർപ്പണം നടത്തുക. അത്തം നാളിലാണ് കൂത്തുസമർപ്പണം നടത്തുന്നത്. എല്ലാ ദിവസവും ഉഷപൂജയ്ക്കൊപ്പം കൂത്തമ്പലത്തിൽ നിർവഹണവും പുറപ്പാടും നടത്തും. ദീപാരാധന വേളയിൽ ആരംഭിക്കുന്ന കപാലി അത്താഴ പൂജയോടെ അവസാനിക്കും. വൈകുന്നേരവും പാടകവും ഉണ്ടാകും. സജേഷ് നാമത്ത്, ഹൈവിഷൻ ന്യൂസ്, കേളകം. മണത്തണ കൊട്ടംചുരം വളയങ്ങാടിൽ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് കലുങ്കിലിടിച്ചു അപകടം. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് കൊട്ടിയൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് മണത്തണ കൊട്ടംചുരം വളയങ്ങാടിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ കലുങ്കിലിടിച്ച് അപകടമുണ്ടായത്. കൊട്ടിയൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് കക്കോടി സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ കലുങ്കിന്റെ പാർശ്വഭിത്തി പൂർണ്ണമായും തകർന്ന നിലയിലാണ്. നാട്ടുകാർ ചേർന്ന് അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വാഹനം റോഡിലേക്ക് കയറ്റിയത്. Happy birthday! ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ആറളം ഏച്ചിലം സ്വദേശി സൈക്ലിംഗിൽ കാശ്മീരിലേക്ക് തിരിച്ചു. ഉണ്ണികൃഷ്ണനാണ് സൈക്കിളുമായി കാശ്മീരിലേക്ക് പോയത്. 40 ദിവസത്തെ ഇന്ത്യ പര്യടനത്തിനായാണ് ആറളം ഏച്ചിലത്തെ ഉണ്ണികൃഷ്ണൻ സൈക്കിളിൽ യാത്ര തിരിച്ചത്. കാസർഗോഡ് സൈക്കിൾ ക്ലബ്ബായ കാസർഗോഡ് പെഡൽസിൻ്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടക്കും. നേരത്തെയും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് സൈക്കിൾ ചവിട്ടിയിരുന്നു ഉണ്ണികൃഷ്ണൻ. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പേരട്ട കൂട്ടുപഴ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും പേരട്ടയിൽ വെച്ച് നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പേരട്ട കൂട്ടുപുഴ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും പേരട്ടയിൽ വെച്ച് നടന്നു. മേഖലാ പ്രസിഡന്റ് CK സതീശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് തങ്കച്ചൻ പാറയിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ട്രഷറർ K മാത്യു ഉന്നത വിജയികളെ ആദരിച്ചു. ലിബിൻ ജോസ്, ജനറൽ സെക്രട്ടറി മൂസ ഹാജി, MJ ചാർലി, ജോബിച്ചൻ, സാം അറയ്ക്കൽ, ബെന്നി തോമ്പുന്നയിൽ, ജോൺ ജോഷുവ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരികൾക്കായി പേരട്ടയിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പായം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോജ് കുറ്റിയാനി, ഉളിക്കൽ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് V ജെയിംസ് എന്നിവർ ക്ലാസ് എടുത്തു. സാഹചര്യത്തിൽ അവിടെ അത് കാരണം ഒരു സാംക്രമിക രോഗം പൊട്ടിപ്പുറപ്പെടും എന്ന് ബോധ്യപ്പെട്ട ആ സ്ഥാപനം അടച്ചുപൂട്ടാവുന്നതാണ്. നിയമം 6-ാം നിയമത്തിൽ 1-ാം വകുപ്പ് പ്രകാരം. 2-ാമത്തെ വകുപ്പ് ഭക്ഷണപാനീയങ്ങൾ നോക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് ആ ഭക്ഷണപാനീയങ്ങൾ ഒരു അപര്യാപ്തത തോന്നുന്നു, അല്ലെങ്കിൽ അത് പഴകിയതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കാം. അതിൽ 3-ാമത്തെ വകുപ്പ് പറയുന്നത് സാമ്പിൾ എടുത്ത് അയക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില സാധനങ്ങൾ ഒരു മത്സ്യമാണെന്നിരിക്കട്ടെ, ചിലപ്പോൾ അത് സാമ്പിൾ എടുത്ത് അയച്ചു വരുമ്പോഴത്തേക്കും റിസൾട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ കാലാവധി കഴിഞ്ഞു പോയിട്ടുണ്ടോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പരിശോധകന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ
നിഷ്പക്ഷരായിട്ടുള്ള 2 സാക്ഷികളെയും കൂടെ ഇതിൽ മതസ്ഥം തയ്യാറാക്കി ആ ഭക്ഷണ സാധനം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ശ്രീലങ്കയിൽ വെച്ച് നടന്ന അന്തർദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്ററിൽ 100 മീറ്റർ ഹഡിൽസിൽ സ്വർണ്ണ മെഡൽ നേടി തിലങ്കേരി സ്വദേശിനി MV രമാഭായിയെ CPIM വഞ്ഞേരി ബ്രാഞ്ചിന്റെയും മഹിളാ അസോസിയേഷന്റെയും DYFI വഞ്ഞേരി യൂണിറ്റിന്റെയും ചെന്താര പുരുഷ സംഘത്തിന്റെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. ശ്രീലങ്കയിൽ വെച്ച് നടന്ന അന്തർദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ 100 മീറ്റർ ഹഡിൽസിൽ സ്വർണ്ണ മെഡൽ നേടിയ തില്ലങ്കേരി സ്വദേശിനി MV രമാഭായിയെ CPM വഞ്ഞേരി ബ്രാഞ്ചിന്റെയും മഹിളാ അസോസിയേഷന്റെയും DYFI വഞ്ഞേരി യൂണിറ്റിന്റെയും ചെന്താര പുരുഷ സംഘത്തിന്റെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. CPM മട്ടന്നൂർ ഏരിയ സെക്രട്ടറി M രതീഷ് ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിൽ അടിമകളുടെ നേതാവിനെ കാണാം നിങ്ങൾക്ക് സ്പാർട്ടക്കസിന്. റോമാ സാമ്രാജ്യത്തെ പ്രഭുക്കന്മാർ അടിമകളെ, മനുഷ്യന്മാരെ, സാധാരണ മനുഷ്യന്മാരെ പാറമടകളിൽ അടിമകളെ പോലെ പോറ്റി വളർത്തിയൊരു കാലം ഉണ്ടായിരുന്നു. തിരിച്ചോദിക്കാൻ അവകാശമില്ലാത്തൊരു കാലം, അടിമകളെ പോലെ ജീവിപ്പിച്ചൊരു കാലം. തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കൂലിക്കോ ഭക്ഷണത്തിനോ ചോദിച്ചാൽ കൊന്നുകളയാൻ അധികാരമുണ്ടായിരുന്ന റോമാ സാമ്രാജ്യത്തിലെ പ്രഭുക്കന്മാർ എല്ലാ മനുഷ്യന്മാരെയും അടിമകളാക്കി കൊണ്ടുപോയൊരു കാലത്ത് ഒരു ചെറുപ്പക്കാരൻ അടിമകളെ സംഘടിപ്പിക്കാൻ പോയി. ആ ചെറുപ്പക്കാരൻ ജനങ്ങളെ വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ വരിക, ഞാൻ നിങ്ങൾക്ക് സ്വർഗരാജ്യം പ്രാപിക്കും. നിങ്ങൾ ചരിത്രത്തിൽ ബൈബിൾ വായിക്കുമ്പോൾ കാണാം, ഒരു ചെറുപ്പക്കാരൻ മണലാരണ്യത്തിലൂടെ കടപ്പുറത്തൂടെ നടന്നുപോയി മുക്കുവന്മാരെ എല്ലാം വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമെല്ലാം എന്റെ അരികിലേക്ക് വരിക. സിഷൈമ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PK മുഹമ്മദ് മാസ്റ്റർ, K ഷാജി, ലോക്കൽ കമ്മിറ്റി അംഗം PK രതീഷ്, N ശ്രീജേഷ്, PV സതീശൻ, NK വിപിൻ, T അഭിനന്ദ്, PV ആദർശ്, A നിഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് കുടുംബശ്രീ ADSന്റെ പൊതുയോഗവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും മണത്തണ സാംസ്കാരിക നിലയത്തിൽ നടന്നു. വാർഡ് മെമ്പർ UV അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് കുടുംബശ്രീ ADSന്റെ പൊതുയോഗവും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കുടുംബശ്രീ കലോത്സവം, പഞ്ചായത്ത്, ക്ലസ്റ്റർ, ജില്ലാ തലങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്കുള്ള അനുമോദനവും മണത്തണ സാംസ്കാരിക നിലയത്തിൽ നടന്നു. വാർഡ് മെമ്പർ UV അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി BP സിനി സമ്മാനദാനം നിർവഹിച്ചു. ADS ചെയർപേഴ്സൺ രാധാമണി, രജീന ശ്രീജേഷ്, ഷീബ ഗോപിനാഥ്, വത്സമ്മ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. തൊഴിലാണ് എന്റെ ലഹരി എന്ന സന്ദേശവുമായി എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ഭാഗമായി ആർളം ഫാം ആദിവാസി പുനരധിവാസ മേഖലയിൽ സൗജന്യ PSC പരീക്ഷ പരിശീലനം തുടങ്ങി. തൊഴിലാണ് എൻ്റെ ലഹരി എന്ന സന്ദേശവുമായി എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി മിഷൻ ഭാഗമായി ആർളം ഫാം ആദിവാസി പുനരധിവാസ മേഖലയിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് സൗജന്യ PSC പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ PSC കോച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചാൽ ഇവിടെ അതിന് സാധിക്കുമെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മളെ സംബന്ധിച്ച് SSLC അഥവാ +2 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങ് വിടുകയാണ്. പിന്നെ നമ്മൾ പലരും കല്യാണം കഴിച്ചു പോകുന്നു, അവർ മറ്റു പ്രയാസങ്ങളിലേക്ക് പിന്നീട് പോകുന്നു, അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ടച്ച് വിട്ടു പോവുകയാണ്. എന്നാൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്കിവിടെയുണ്ട്. ഇപ്പൊ നമുക്കറിയാം SSLCക്ക് മുഴുവൻ വിഷയങ്ങളിലും SSLCക്ക് 77 കുട്ടികളാണ് ആർളം ഫാമിനകത്ത് പഠിച്ച് പാസ്സായിരിക്കുന്നത്. 100% വിജയമാണ്. പഞ്ചായത്ത് അംഗം മിനി ദിനേശൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PL ഷിബു മുഖ്യ അതിഥിയായി. ഇരട്ടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ P രജനീഷ്, ഡിവിഷൻ ഓഫീസ് മാനേജർ സലിം കുമാർ ദാസ്, എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി പ്രനിൽ കുമാർ, ഇരട്ടി എക്സൈസ് റേഞ്ച് വിമുക്തി കോർഡിനേറ്റർ നെൽസൺ T തോമസ്, പ്രൊമോട്ടർ സനോജ് P സനൂപ്, മട്ടന്നൂർ എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ PK സജേഷ്, M സുജിത്ത് എന്നിവർ സംസാരിച്ചു. ആർളം ഫാമിൽ നന്മ മരവും നട്ടു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. CPIM കാളിക്കയം വളയംചാൽ ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ SSLC +2 LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു.
CPIM കാളികയം വളയഞ്ചാൽ ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. അനുമോദന സദസ്സ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 വർഷമായി സ്മൈൽ എന്ന പേരിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം നടത്താറുള്ളത്. ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ഒക്കെ എഴുതിയ നിങ്ങളുടെ മാർക്കുകൾ അവലോകനം നടത്തി ആരൊക്കെയാണ് പുറകിൽ നിൽക്കുന്നത് ആ കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക ക്ലാസുകൾ കൊടുത്തു. അതുപോലെ എല്ലാ കുട്ടികൾക്കും മോഡൽ പരീക്ഷ നടത്തുന്നു. അങ്ങനെ ഓരോ കുട്ടികളെ വിലയിരുത്തുകയാണ്. പണ്ടങ്ങനെയായിരുന്നില്ല. പണ്ട് വേണ്ടവർ പഠിച്ചാൽ മതി, എല്ലാവരും ജയിക്കുന്നത് യാതൊരു നിർബന്ധവും അധ്യാപകർക്കില്ല, ഇഷ്ടമുള്ളവർ പാസ്സാക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് എല്ലാവരെയും വിജയിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. ഇത്തവണ നമ്മുടെ തൊട്ടപ്പുറത്തെ ആർലഫാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ആർലഫാം ഹയർ സെക്കൻഡറി 10ാം ക്ലാസ് പരീക്ഷ വിദ്യാലയം ഉണ്ടാവും. ആർലഫാം ഹയർ സെക്കൻഡറി 100% വിജയമാണ്. PK മോഹൻ മാസ്റ്റർ അധ്യക്ഷനായി. CPIM കേളകം ലോക്കൽ സെക്രട്ടറി KP ഷാജി, KK റനീഷ് എന്നിവർ സംസാരിച്ചു. 31 വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഒരുങ്ങോടി മഹാത്മാ ക്ലബിന്റെയും 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സുരേഷ് ചാലാറത്ത് ഉദ്ഘാടനം ചെയ്തു. മുരിങ്ങോടി മഹാത്മാ ക്ലബിന്റെയും 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സുരേഷ് ചാലാറത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രഞ്ജുഷ VM അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ പ്രത്യേകത നമ്മുടെ ഈ SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ തന്നെയാണ്. അവർക്ക് ഈ ഒരു അനുമോദനം, ചെറിയ അനുമോദനമാണെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് അടുത്ത കാൽവെപ്പിനുള്ള ഒരു. ബാബു ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. പത്മനാഭൻ, K ഫൈനാസ്, M രത്നം, PP അലി, അരവിന്ദൻ PV, SK ഇസ്മായിൽ, RP രാഘവൻ, അബ്ദുറഹ്മാൻ, വേദവ്യാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കാക്കങ്ങാട് മിത്രവേദിയുടെ കുടുംബസംഗമവും അനുമോദന സദസ്സും എടത്തോട്ട് റോബിൻസ് ഹാളിൽ നടന്നു. മിത്രവേദി പ്രസിഡന്റ് ബെന്നി നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കാക്കങ്ങാട് മിത്രവേദിയുടെ കുടുംബസംഗമവും കണ്ണൂർ യൂണിവേഴ്സിറ്റി BA എക്കണോമിക്സ് പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ ജുമാന സമീർ, +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ദേവനന്ദ, കാർത്തികേയൻ, അനുതാര, MA മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ സ്മൃതി അന്ന റിജി, SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ദേവപ്രിയ, ആവണി എന്നിവർക്കുള്ള അനുമോദന സദസ്സുമാണ് എടത്തൊട്ടി റോബിൻസ് ഹാളിൽ നടന്നത്. മിത്രവേദി പ്രസിഡന്റ് ബെന്നി നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ 3ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ മക്കളെ അന്ന് എല്ലാ മക്കളും അതേപോലെ തന്നെ പഠന കാര്യത്തിൽ നല്ലൊരു മികവായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. മിത്രവേദിക്ക് പ്രത്യേകിച്ചും എല്ലാ മക്കളും നമ്മുടെ മക്കളാണ്. അവരങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ സന്തോഷം ഒന്നിനൊന്ന് ഇരട്ടിയായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ കുടുംബസംഘം നടത്താനും മക്കളെ ആദരിക്കുന്നതിന് കൂടി ഒരു കുടുംബസംഘം നടത്തുന്നത്. അതിനുള്ള സാഹചര്യം ഒരുക്കി തന്ന മക്കൾക്ക് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നന്ദി പറയാറ്. അതേപോലെ ഇന്നത്തെ നമ്മുടെ ഈ കുടുംബസംഘവും ഈ അനുമോദന ചടങ്ങും ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും. സെക്രട്ടറി ശശികൃപ അധ്യക്ഷനായി. മിത്രവേദി ട്രഷറർ പ്രകാശൻ കൂടലാട്, ജോയിന്റ് സെക്രട്ടറി സമീർ സുലൈമാൻ, രാജേഷ്, പ്രദീപൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അതിൻ്റെ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരു ആവർത്തന വൃത്തത ഉണ്ടാകുന്നില്ല. കാരണം കാലാകാലങ്ങളായി മിത്രവേദി എന്ന കൂട്ടായ്മയും നല്ല രീതിയിൽ സഹകരിച്ച് അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ പ്രവർത്തകരും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും മിത്രവേദിയുടെ എല്ലാ പരിപാടികളിലും കൃത്യമായി പങ്കെടുത്ത് അതിൻ്റെ എല്ലാ കാര്യകാര്യങ്ങളിൽ പങ്കാളികളും അല്ലെങ്കിൽ സഹായിച്ചവരാണ്. അതുകൊണ്ട് തന്നെ മിത്രവേദി എന്ന കൂട്ടായ്മയെ പറ്റി ഒരു അധിക ഭാഷണം നടത്തുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി കുടുംബസംഘം വന്ന നമ്മുടെ ഈ ആഘോഷം കാലാകാലങ്ങളിൽ നടത്താൻ പ്രചോദനമാകുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മിടുക്കന്മാരുമായ കുട്ടികളാണ്. കാരണം അവരുടെ പഠനത്തിലും അതുപോലെ തന്നെ പഠനേതര വിഷയങ്ങളിലൊക്കെ അവരുടെ കഴിവ് എന്താണ് അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ. കാരണം ഓരോ കുട്ടികളെ പറ്റിയപ്പോൾ ഏതൊക്കെ എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ ഡിസ്ട്രിക്ഷൻ അല്ലെങ്കിൽ 3ാം റാങ്ക് 2ാം റാങ്ക് വാങ്ങി
തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു ബിജെപിയുടെ നേതൃത്വത്തിൽ പേരാവൂരിൽ ഡിജെയും മധുരവിതരണവും നടത്തി. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചും മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോട് അനുബന്ധിച്ചുമായിരുന്നു ബിജെപിയുടെ നേതൃത്വത്തിൽ പേരാവൂരിൽ ഡിജെയും മധുരവിതരണവും നടത്തിയത്. പേരാവൂർ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച ഡിജെ പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. തുടർന്ന് പേരാവൂർ ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം കൂട്ട ജയപ്രകാശ്, സി. ആദർശ്, ടി. പ്രകാശൻ, ബിനോജ് കോമത്ത്, ബേബി സോജ, ജയ നാരായണൻ, വി. ജിതേഷ്, അനുമോദ്, വിഷ്ണു ഗോപാലകൃഷ്ണൻ, കെ. ശ്യാം, സുരേഷ് ബാബു അണിയേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. അമ്പലക്കണ്ടി ഉദയ സ്വയം സഹായ സംഘത്തിന്റെ കുടുംബസംഗമവും പുസ്തക പ്രകാശനവും അമ്പലക്കണ്ടിയിൽ വെച്ച് നടന്നു. അമ്പലക്കണ്ടി ഉദയ സ്വയം സഹായ സംഘത്തിൻ്റെ 6ാമത് കുടുംബസംഗമവും ഗ്രിൻസ് ജോർജിൻ്റെ 2ാമത്തെ കഥാസമാഹാരം അഴലേകിയ വേനൽ പോമുടൻ പുസ്തക പ്രകാശനവും നടന്നു. പരിപാടി CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി KT ജോസ് ഉദ്ഘാടനം ചെയ്തു. ഒരു സെന്റ് ഭൂമിയും കൂരയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഒരു കൂര വെച്ച് താമസിക്കുന്നതിന് വേണ്ടി അമ്പലക്കണ്ടിയിലേക്ക് ആളുകൾ കടന്നു വന്ന ആ സാഹചര്യത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് ഏറ്റവും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന, ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടുന്ന, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു എഴുത്തുകാരൻ നമ്മുടെ നാട്ടിലുണ്ടായി എന്നത് തന്നെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമാണ്, ഏറ്റവും വലിയ ഈ നാടിന്റെ ഒരു അംഗീകാരമാണത്. കാരണം സ്വാഭാവികം നമുക്കറിയാം, ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുക എന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവതരിപ്പിക്കുക, ഒരു വിഷയം അവതരിപ്പിക്കുക എന്നതിനെ സംബന്ധിച്ച് ആ ബഹുജനങ്ങൾ സ്വീകരിക്കുന്ന തരത്തിലാകുന്നതിന് വേണ്ടിയുള്ള തന്റെ മനസ്സും തന്റെ ബുദ്ധിയും അതോടൊപ്പം തന്നെ കഴിവും, പിന്നെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവും ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പുസ്തകം രചിച്ച് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. സന്തോഷ് പാലക്കൽ അധ്യക്ഷത വഹിച്ചു. KV ഉത്തമൻ, മനോജ്, ഗ്രിൻസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 200, പേരാവൂർ 201, കൊട്ടിയൂർ 200. റബ്ബർ ലോട്ട് ഇരിട്ടി 180, പേരാവൂർ 190, കൊട്ടിയൂർ 190. ഒട്ടുപാൽ ഇരിട്ടി 110, പേരാവൂർ 120, കൊട്ടിയൂർ 120. കുരുമുളക് ഇരിട്ടി 625, പേരാവൂർ 640, കൊട്ടിയൂർ 640. കൊട്ടടയ്ക്ക ഇരിട്ടി 330, പേരാവൂർ 340, കൊട്ടിയൂർ 330. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6570, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരട്ടി ജബ്ബാർ കടവ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. മരിച്ചത് ഉളിക്കൽ മണ്ഡപപ്പറമ്പ് സ്വദേശി രവി. ആറളം പുനരധിവാസ മേഖലയിൽ കുടിലിന് നേരെ കാട്ടാന ആക്രമണം. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തിക്കാതെ ഇരട്ടി താലൂക്ക് ആശുപത്രി, മാതൃശിശു വാർഡ്. മനുഷ്യർക്ക് ഉപകാരമില്ലെങ്കിലും പ്രയോജനപ്പെടുത്തുന്നത് മൃഗങ്ങൾ. മലയോരത്ത് തിങ്കളാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. മരം കടപുഴകി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തിങ്കളാഴ്ചയും കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്ക്. 3ാമത്തെ ചതുശതമായ ആയില്യം ചതുശതം ചൊവ്വാഴ്ച.
ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.